चावेक्ष्य न विकम्पितुमर्हसि ധർമാദിയുക്ത്വാ ശ്രേയോജ്ഞഃ ക്ഷത്രിയസ്യ ന വിദ്യതേ. ക്ഷത്രിയൻ എന്ന നിലയ്ക്ക് നിനക്കുള്ള പ്രത്യേക കർത്തവ്യം ആലോചിച്ചാൽ മതശാസ്ത്രാനുസൃതമായ സമരത്തേക്കാൾ ഉത്തമമായ ഒരു കർത്തവ്യവും നിനക്ക് ചെയ്യാനില്ല. അതിനാൽ വൈമുഖ്യം കൈവിടുക. അപ്പം ഈ ശ്ലോകത്തില് ഭഗവാൻ അർജുനന് സ്വധർമ്മം എന്താണെന്നാണ് കാട്ടിക്കൊടുക്കുന്നത്. അതായത് എന്താണ് അർജുനന്റെ, ഒരു ക്ഷത്രിയന്റെ സ്വധർമ്മം എന്തെന്നാണ് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നത്. അതായത് ഒരു ക്ഷത്രിയന്റെ സ്വധർമ്മം എന്ന് പറയുന്നത് യുദ്ധം ചെയ്യുക എന്നതാണ്. അതായത് ഓരോ വ്യക്തിക്കും ആ വ്യക്തിയുടേതായ സ്വധർമ്മങ്ങളുണ്ട്. ഇപ്പോ ഒരു സന്യാസിയെ, ഒരു ബ്രാഹ്മണനെ സംബന്ധിച്ച് ആ വ്യക്തിയുടെ സ്വധർമ്മം എന്ന് പറയുന്നതിൽ ഒന്നാണ് അഹിംസ. അഹിംസ ചെയ്യുക എന്നത് ആ വ്യക്തിയുടെ സ്വധർമ്മമാണ്. അതുപോലെ ഒരു ക്ഷത്രിയനെ സംബന്ധിച്ച് യുദ്ധഭൂമിയിൽ നിന്നും പലായനം ചെയ്യാതെ യുദ്ധം ചെയ്യുക എന്നത് ആ ക്ഷത്രിയന്റെ സ്വധർമ്മമാണ്. അപ്പോ ഇവിടെ ഭഗവാൻ പറയുന്നു, സ്വധർമ്മമമിച്ചാവേക്ഷ്യ ന വികമ്പിതുമർഹസി. നീ നിന്റെ സ്വധർമ്മം ചെയ്യുന്നതിൽ നിന്നും യാതൊരു വിധത്തില് വൈമുഖ്യവും കാണിക്കേണ്ടതില്ല. അതിൽ നിന്നും യാതൊരുവിധ സങ്കോചവും നീ കാണിക്കേണ്ടതില്ല. നീ നിന്റെ സ്വധർമ്മം പ്രവർത്തിക്കുക തന്നെ ചെയ്യണം എന്ന് ഭഗവാൻ ഇവിടെ പറയുന്നു. 32 ക്ഷയാചോപപന്നം സ്വർഗദ്വാരമപാവൃതം സുഖിനാ ക്ഷത്രിയ പാർത്ഥ ലഭന്തേ യുദ്ധമീദൃശം. എദൃച്ഛയാ ചോപപന്നം സ്വർഗദ്വാരമപാവൃതം. പാർത്ഥ, യാദൃച്ഛികമായി ഇതുപോലെയൊരു യുദ്ധത്തിന് അവസരം ലഭിക്കുന്ന ക്ഷത്രിയന്മാർ സന്തുഷ്ടരാണ്. എന്തെന്നാൽ സ്വർഗ കവാടം അവർക്ക് വേണ്ടി തുറക്കപ്പെട്ടിരിക്കുന്നു. എന്താണ് ഭഗവാൻ പറയുന്നത്? എന്തെന്നാൽ സ്വർഗ കവാടം അവർക്ക് വേണ്ടി തുറക്കപ്പെട്ടിരിക്കുന്നു. അതെന്തുകൊണ്ടാണ് ഭഗവാൻ ഇവിടെ സ്വർഗ കവാടത്തെ കുറിച്ച് പറഞ്ഞത്? നമ്മൾ എല്ലായ്പ്പോഴും കേൾക്കുന്നത് എന്താണ്? നമ്മുടെ പരമലക്ഷ്യം എന്ന് പറയുന്നത് ഭഗവാന്റെ ധാമത്തിലേക്ക് എത്തണം എന്നതാണ് നമ്മൾ എല്ലായിടത്തും കേൾക്കുന്നത്. എന്തുകൊണ്ട് ഭഗവാൻ ഇവിടെ ഭഗവാന്റെ ധാമത്തെ കുറിച്ച് പറഞ്ഞില്ല? സ്വർഗദ്വാരമപാവൃതം, സ്വർഗവാതിലുകൾ നിനക്ക് വേണ്ടി തുറക്കപ്പെടും എന്ന് പറഞ്ഞു. അതിന്റെ ഉത്തരം നമുക്ക് ഇതിനു മുന്നേ ഉള്ള ശ്ലോകത്തിന്റെ ഭാവാർത്ഥത്തിൽ കാണാൻ സാധിക്കും. അതായത് അസൂയാലുവായ രാജാവിനോട് മത്സരിച്ച് പൊരുതി മരിക്കുന്ന ക്ഷത്രിയർ മരണശേഷം സ്വർഗലോകങ്ങളിൽ അധിവസിക്കുന്നു. എന്താ? അസൂയാലുവായ രാജാവിനോട് മത്സരിച്ച് പൊരുതി മരിക്കുന്ന ക്ഷത്രിയർ മരണശേഷം സ്വർഗലോകങ്ങളിൽ അധിവസിക്കുന്നു. ഭഗവാൻ ഇവിടെ അർജുനന് എന്താ പറഞ്ഞു കൊടുക്കുന്നത്? ക്ഷത്രിയ ധർമ്മത്തെ കുറിച്ചിട്ടാണ്. ഇവിടെ എന്തുകൊണ്ട് സ്വർഗത്തെ കുറിച്ച് ഭഗവാൻ പറഞ്ഞു? ക്ഷത്രിയ ധർമ്മത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. കാരണം ഒരു ക്ഷത്രിയനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ കർത്തവ്യം എന്ന് പറയുന്നത് യുദ്ധം ചെയ്യുക. യുദ്ധം ചെയ്തിട്ട് രണ്ടാണ്: ഒന്നുകിൽ രാജ്യം ലഭിക്കും, രാജ്യം ലഭിച്ചാൽ രാജാവാകാം, ഇല്ലെങ്കിൽ മത്സരിച്ച് പൊരുതി മരിക്കും, അതായത് വീരമൃത്യു വരിച്ചു കഴിഞ്ഞാൽ ആ ക്ഷത്രിയന് ലഭിക്കുക എന്താണ്? സ്വർഗലോകങ്ങളിൽ അധിവസിക്കുന്നു. ആ ക്ഷത്രിയ ധർമ്മത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഭഗവാൻ ഇവിടെ സ്വർഗവാതിലുകൾ നിനക്കായി തുറക്കപ്പെടും എന്ന് പറഞ്ഞത്. അപ്പോ അർജുനൻ എന്നത് ഭഗവാന്റെ ഉറ്റ സുഹൃത്താണ്. ഉറ്റ സുഹൃത്തായിട്ട് ഭഗവാൻ അർജുനന് സ്വന്തം ധാമത്തെ കുറിച്ച് പറഞ്ഞു കൊടുത്തില്ലേ എന്ന് നമ്മൾ ചിന്തിക്കാം. സ്വർഗത്തെ കുറിച്ച് മാത്രമേ പറഞ്ഞു കൊടുത്തുള്ളൂ, സ്വന്തം ധാമത്തെ കുറിച്ച് അർജുനന് ഭഗവാൻ പറഞ്ഞു കൊടുത്തില്ലേ? തീർച്ചയായിട്ടും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് 8ാമത്തെ അധ്യായത്തില് 16ാമത്തെ ശ്ലോകത്തില് നമുക്ക് കാണാൻ സാധിക്കും. ആ ബ്രഹ്മഭുവനാലോക പുനരാവർത്തിനോ അർജുന മാമുപേത്യാതു കൗന്ദേയ പുനർജന്മന വിദ്യതേ. ആ ബ്രഹ്മഭുവനാലോക പുനരാവർത്തിനോ അർജുന. അല്ലയോ അർജുന, ആ ബ്രഹ്മഭുവനാലോക, ബ്രഹ്മലോകം വരെയുള്ള ലോകങ്ങളിൽ പുനരാവർത്തിനോ അർജുന, ജനന മരണങ്ങൾ ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടേയിരിക്കും. മാമുപേത്യാതു കൗന്ദേയ പുനർജന്മന വിദ്യതേ. അല്ലയോ കൗന്ദേയ, എന്റെ പരമപദം തേടുന്ന വ്യക്തിക്ക്, പരമപദത്തിലെത്തുന്ന വ്യക്തിക്ക് പുനർജന്മന വിദ്യതേ, ഒരിക്കലും പുനർജന്മം ഉണ്ടാകുകയില്ല.
അവിടെ വിവർത്തനത്തിൽ പറയുന്നു, ഭൗതിക ലോകത്തിൽ സർവോന്നതമായ ഗ്രഹം ബ്രഹ്മലോകം. ഭൗതിക ലോകത്തിൽ വെച്ച് ഏറ്റവും സർവോന്നതമായ ഗ്രഹം എന്നത് ബ്രഹ്മലോകമാണ്. ബ്രഹ്മലോകം മുതൽക്ക് ഏറ്റവും അധമമായിട്ടുള്ളത് വരെ, അതായത് താഴോട്ടുള്ള ലോകങ്ങൾ വരെ ഓരോന്നും ജനന മരണങ്ങൾ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്ന ദുരിതപൂർണമായ സ്ഥലങ്ങളാണ്. കുന്തിപുത്ര, എന്റെ പരമപദത്തിൽ എത്തുന്നവരാകട്ടെ പിന്നീട് ജന്മമെടുക്കേണ്ടി വരില്ല. അതേതാണ്? എന്റെ പരമപദത്തിൽ, അതായത് ഭഗവാന്റെ ധാമത്തിൽ എത്തുന്നവർക്ക് പിന്നീട് ജന്മം എടുക്കേണ്ടി വരുന്നില്ല. അതായത് ആ മുക്തിയിലേക്ക്, ആ പാത്ത് ഓഫ് ലിബറേഷൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഭഗവാൻ അർജുനന് പറഞ്ഞു കൊടുക്കുക തന്നെ ചെയ്യുന്നുണ്ട്. നമുക്ക് അടുത്ത 9-ാമത്തെ അധ്യായത്തില് 13-ാമത്തെ ശ്ലോകത്തില് നമുക്ക് കാണാൻ സാധിക്കും. അതായത് മഹാത്മാനസ്തു മാം പാർത്ഥ ദേവീം പ്രകൃതിമാശ്രിത ഭജന്ത്യനന്യ മനസ്സോ ജ്ഞാത്വാ ഭൂതാദിമവ്യയം. മഹാത്മാനസ്തു മാം പാർത്ഥ ദൈവീം പ്രകൃതിമാശ്രിത. അതായത് പാർത്ഥ, മഹാത്മാക്കൾ ആരെന്നാൽ അവര് ദൈവിക പ്രകൃതിയെ ആശ്രയിച്ചവരാണ്. അവർ ദൈവിക പ്രകൃതിയുടെ ആശ്രയത്തിലാണ്. ഒരിക്കലും അവർ ഭൗതിക പ്രകൃതിയുടെ ആശ്രയത്തിലല്ല, മറിച്ച് ദിവ്യമായ പ്രകൃതിയുടെ ആശ്രയത്തിലാണ് അവർ. ഭജന്തി അനന്യ മനസ്സോ ജ്ഞാത്വാ ഭൂതാദിമവ്യയം. ഞാനാണ് പരമപുരുഷൻ, ഞാനാണ് അവ്യൻ എന്ന് ജ്ഞാത്വ അറിഞ്ഞിട്ട്, ഭജന്തി അനന്യ മനസ്സോ, അതായത് ഏകാഗ്രതയോടെ അവർ എന്റെ സേവനത്തിൽ മുഴുകുന്നു. ഇവിടെ വിവർത്തനത്തിൽ പറയുന്നു, അല്ലയോ പാർത്ഥ, വ്യാമോഹം ബാധിക്കാത്ത വിശിഷ്ട ആത്മാക്കൾ ദൈവിക പ്രകൃതിയാൽ സുരക്ഷിതരാണ്. സർവഭൂതങ്ങൾക്കും ആദികാരണവും അവ്യയനുമായ പരമപുരുഷനാണ് ഞാനെന്നറിഞ്ഞുകൊണ്ട് അവർ എപ്പോഴും ഭക്തിപൂർവം എന്റെ സേവനത്തിൽ മുഴുകുന്നു. ഇവിടെ ഭഗവാൻ പറയുന്നു, വിശിഷ്ടാത്മാക്കൾ ആരാണെന്നും ഏറ്റവും വിശിഷ്ടമായത് എന്ത് എന്നും ഭഗവാൻ പറയുന്നു. വിശിഷ്ടാത്മാക്കൾ, മഹാത്മാനസ്തു മാ പാർത്ഥ, മഹാത്മാക്കൾ ആരെന്നാൽ അവര് ദിവ്യമായ പ്രകൃതിയെ ആശ്രയിച്ചവരാണ്. പിന്നെ ഒന്നും കൂടി എന്ത് ഞാനാണ് പരമപുരുഷൻ, ഞാനാണ് അവ്യൻ എന്ന് തിരിച്ചറിഞ്ഞിട്ട് അവർ ഏകാഗ്രതയോടെ എന്റെ സേവനത്തിൽ മുഴുകുന്നു. അങ്ങനെ ഏകാഗ്രതയോടെ ഭഗവാന്റെ സേവനത്തിൽ മുഴുകുന്ന വ്യക്തികൾ, അങ്ങനെയുള്ള മഹാത്മാക്കൾ, അങ്ങനെയുള്ള വിശിഷ്ട വ്യക്തികൾ മുക്തിക്ക് അർഹരല്ലേ? തീർച്ചയായിട്ടും അവർ മുക്തിക്ക് അർഹരാണ്. അപ്പം ഇങ്ങനെ ഓരോ അധ്യായങ്ങളിലായിട്ട് ആ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഭഗവാൻ ആ മുക്തിയിലേക്കുള്ള മാർഗം അർജുനന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിന്റെ ഏറ്റവും ടോപ്പ് മോസ്റ്റ്, ഏറ്റവും സുപ്രീം ആയിട്ടുള്ളതാണ് ഭഗവാൻ 18-ാമത്തെ അധ്യായത്തില് അർജുനന് പറഞ്ഞു കൊടുക്കുന്നത്. ഏറ്റവും ശ്രേഷ്ഠമായതാണ് 18-ാം അധ്യായത്തില് 66-ാമത്തെ ശ്ലോകത്തില് ഭഗവാൻ പറയുന്നത്. എന്ത്? സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വം സർവപാപേഭ്യോ മോക്ഷയിച്ഛാമി മാം ശുചഃ. എന്താ പറഞ്ഞ? സർവധർമ്മങ്ങളെയും ത്യജിച്ച് എന്നിൽ ശരണം തേടുക, ഞാൻ നിന്നെ സകല പാപ പ്രതികരണങ്ങളിൽ നിന്നും മോചിപ്പിക്കാം, ഭയപ്പെടേണ്ട. അതായത് ഭഗവാൻ ഇതുവരെ ഉപദേശിച്ച എന്തെല്ലാം ധർമ്മങ്ങളാണോ അതിവിടെ ഭാവാർത്ഥത്തിൽ പറയുന്നുണ്ട്. പരമബ്രഹ്മത്തെ കുറിച്ചുള്ള ജ്ഞാനം, പരമാത്മാജ്ഞാനം, സാമൂഹികമായ വർണ്ണാശ്രമ വിഭാഗത്തെ കുറിച്ചുള്ള ജ്ഞാനം, സന്യാസത്തെ പറ്റിയുള്ള ജ്ഞാനം, അനാസക്തിയെ കുറിച്ചുള്ള ജ്ഞാനം, ഇന്ദ്രിയ നിയന്ത്രണം, മനോനിയന്ത്രണം, ധ്യാനം തുടങ്ങിയ ധർമ്മജ്ഞാനത്തിന്റെയും ധർമ്മചര്യയുടെയും വിവിധ ഇനങ്ങളെ പറ്റി ഭഗവാൻ വിവരിച്ചിരിക്കുന്നു. ഇവിടെ ഗീതോപദേശത്തെ സംഗ്രഹിച്ചുകൊണ്ട്, അതായത് ഗീതോപദേശ സാരമായിട്ട് പറയുകയാണ്. കൃഷ്ണൻ പറയുന്നു, താൻ ഉപദേശിച്ചിട്ടുള്ള പ്രക്രിയകളെ എല്ലാം ഉപേക്ഷിച്ച് അർജുനൻ തനിക്ക് ആത്മാർപ്പണം ചെയ്താൽ മതി എന്ന്. അതായത് താൻ ഉപദേശിച്ച ധർമ്മങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെ ഉപേക്ഷിച്ചിട്ട് ഭഗവാനിൽ ശരണം തേടിയാൽ മാത്രം മതി എന്ന് ഭഗവാൻ പറയുന്നു. അങ്ങനെ പൂർണ്ണമായും ഭഗവാന് ശരണം തേടുന്ന ഒരു വ്യക്തിക്ക് മുക്തി ലഭിക്കുമോ?
തീർച്ചയായിട്ടും അവന് ലിബറേഷൻ ലഭിക്കും, ആ വ്യക്തിക്ക് മുക്തി ലഭിക്കും, മുക്തിക്ക് അർഹനാണ്. അപ്പോ ഇവിടെ ഭഗവാൻ സ്വർഗത്തെ, സ്വർഗദ്വാരം അപാവൃതം, എന്തുകൊണ്ട് സ്വന്തം സുഹൃത്തായിട്ട് അർജുനന് സ്വർഗവാതിൽ തുറക്കപ്പെടും എന്ന് പറഞ്ഞു കൊടുത്തു? അത് ക്ഷത്രിയ ധർമ്മത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. പക്ഷേ വെറും അധ്യായങ്ങളിലായിട്ട് ഭഗവാൻ അർജുനന് കാട്ടിക്കൊടുക്കുന്നുണ്ട്, പറഞ്ഞു കൊടുക്കുന്നുണ്ട് മുക്തിയിലേക്കുള്ള മാർഗം എന്ത് എന്ന്. അത് ചവിട്ടുപടിയായിട്ട്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഭഗവാൻ പറഞ്ഞു കൊടുക്കുക തന്നെ ചെയ്യുന്നുണ്ട്. അടുത്ത ശ്ലോകം. അതചേത്വമിദം ധർമ്മ്യം സംഗ്രാമം ന കരിഷ്യസി തദസ്വധർമ്മം കീർത്തിം ച ഹിത്വാ പാപം അവാപ്സ്യസി. അതായത്, അല്ല, ധാർമ്മികമായ ഈ സമരം നീ ചെയ്യുന്നില്ലെങ്കിലോ സ്വന്തം കടമ നിറവേറ്റാതിരുന്നതുകൊണ്ട് നീ തീർച്ചയായും പാപം കയ്യേൽക്കും, യുദ്ധവീരൻ എന്ന നിന്റെ യശസ് നഷ്ടപ്പെടുകയും ചെയ്യും. നമുക്ക് ഈ ശ്ലോകം മനസ്സിലാക്കാൻ ഒരു ചെറിയ ഉദാഹരണം എടുക്കാം. അതായത്, ഇപ്പൊ ഒരു രോഗി ഒരു ഹോസ്പിറ്റലിൽ എത്താണ്. അപ്പൊ ഹോസ്പിറ്റലിൽ എത്തുന്ന സമയത്ത് അവിടെ ഒരു ഡോക്ടർ ഉണ്ട്. പക്ഷേ ആ ഡോക്ടർ അദ്ദേഹത്തിന്റെ കർത്തവ്യം ചെയ്യാൻ തയ്യാറാകുന്നില്ല. അതായത് ആ ഡോക്ടർ ആ രോഗിയെ ചികിത്സിക്കാൻ തയ്യാറാകുന്നില്ല. അതായത് ആ രോഗിക്ക് ചികിത്സ നിഷേധിക്കുകയാണ് ഡോക്ടർ, ആ രോഗിയെ അവഗണിക്കുകയാണ് ഡോക്ടർ. അതിനെ ക്രൈം ബൈ നെഗ്ലിജൻസ് എന്നാണ് പറയുന്നത്. അതായത് അതൊരു കുറ്റകൃത്യമാണ്. ഒരു രോഗി ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ ആ രോഗിക്ക് ചികിത്സ നിഷേധിക്കുന്നത് ഒരു കുറ്റകൃത്യമാണ്. ഇവിടെ നമ്മൾ നോക്കേണ്ട കാര്യം, ആ ഡോക്ടർക്ക് മതിയായ യോഗ്യതയില്ലാഞ്ഞിട്ടാണോ? അല്ല, ആ ഡോക്ടർക്ക് വിദ്യാഭ്യാസമുണ്ട്, MBBS അല്ലെങ്കിൽ MD ഒക്കെ എടുത്ത അത്രയും യോഗ്യനായ ഒരു വ്യക്തിയാണ്. പക്ഷെ എന്നിട്ടും അദ്ദേഹം അദ്ദേഹത്തിന്റെ കർത്തവ്യം ചെയ്യാൻ തയ്യാറാകുന്നില്ല. ഇനി ആ വ്യക്തിക്ക് അതിനുള്ള സാഹചര്യം ഇല്ലാഞ്ഞിട്ടാണോ അല്ലെങ്കിൽ കഴിവില്ലാഞ്ഞിട്ടാണോ? ഒന്നുമല്ല. പക്ഷെ അദ്ദേഹം അദ്ദേഹത്തിന്റെ ധർമ്മത്തിൽ നിന്നും മാറുന്നു, ധർമ്മം ചെയ്യാൻ അദ്ദേഹം തയ്യാറാകുന്നില്ല. അപ്പൊ ഇവിടെ അർജുനൻ യുദ്ധം ചെയ്യാൻ തയ്യാറാകുന്നില്ല. യുദ്ധം ചെയ്യാൻ അർജുനൻ യോഗ്യനല്ലാത്തൊരു വ്യക്തിയാണോ? അല്ല, അദ്ദേഹം യോഗ്യനാണ്. ശ്രേഷ്ഠനായ ഒരു യോദ്ധാവാണ് അർജുനൻ. ഇനി അസ്ത്രങ്ങളോ ശസ്ത്രങ്ങളോ ഇല്ലാഞ്ഞിട്ടാണോ? അല്ല, അനേകം ദിവ്യമായ അസ്ത്രങ്ങളും ശസ്ത്രങ്ങളും ഒക്കെ അദ്ദേഹത്തിനുണ്ട്, അല്ലെ? ചണ്ടാള വേഷധാരിയായിരുന്ന പരമശിവനോട് യുദ്ധം ചെയ്ത് പ്രസാദിപ്പിച്ച് ആ വ്യക്തി, ആ പരമശിവനിൽ നിന്നും പാശുപതാസ്ത്രം നേടിയ വ്യക്തിയാണ് അർജുനൻ. അപ്പൊ അനേകം ശസ്ത്രങ്ങളും അസ്ത്രങ്ങളും വിദ്യകളും ഒക്കെ അറിയാവുന്ന വ്യക്തിയാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ കർത്തവ്യം ചെയ്യാൻ വൈമുഖ്യം കാട്ടുന്നു. ഇനി നമുക്ക് ആ ഡോക്ടറിന്റെ കേസിലേക്ക് വരാം. ആ ഡോക്ടർ ഇനി തന്റെ കർത്തവ്യം ചെയ്തില്ല എങ്കിൽ, ആ പേഷ്യന്റിന് ചികിത്സ നിഷേധിക്കുകയാണെങ്കിൽ അതിന്റെ ഭവിഷ്യത്ത് അനുഭവിക്കുന്നത് ആരാണ്? ആ രോഗിയാണ് അതിന്റെ ഭവിഷ്യത്ത് അനുഭവിക്കുന്നത്. അതുപോലെ അർജുനൻ ഈ യുദ്ധം ചെയ്തില്ല എങ്കിൽ അതിന്റെ ഭവിഷ്യത്ത് ഒരു വിധത്തിൽ അനുഭവിക്കുന്നത് ഹസ്തിനപുരത്തിലെ പ്രജകളുമാണ്. ഒരു ക്ഷത്രിയനെ സംബന്ധിച്ച് പ്രജാക്ഷേമം, പ്രജകളെ ക്ലേശങ്ങളിൽ നിന്നും രക്ഷിക്കുക എന്നതും സ്വധർമ്മമാണ്. നമുക്കറിയാം ദുര്യോധനൻ ഒരു അധർമ്മിയാണ്. ആ അധർമ്മി, അങ്ങനെ ഒരു അധർമ്മിയായിട്ടുള്ള വ്യക്തി ഹസ്തിനപുര രാജ്യം ഭരിച്ചു കഴിഞ്ഞാൽ, ഹസ്തിനപുരത്തിന്റെ ഭാവി രാജാവായി കഴിഞ്ഞാൽ ഹസ്തിനപുരത്തിന്റെ, ആ രാജ്യത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? ആ പ്രജകളുടെ അവസ്ഥ എന്തായിരിക്കും? ഒരു ദിവസം വിതുരര് വന്നിട്ട് ധൃതരാഷ്ട്രോട് പറഞ്ഞു, അങ്ങയുടെ പുത്രൻ ഒരു അധർമ്മിയാണ്, ഒരു തികഞ്ഞ അധർമ്മിയാണ്. അങ്ങനെ ഒരു വ്യക്തി ഹസ്തിനപുരത്തിന്റെ രാജാവായി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ഇവിടുത്തെ പ്രജകളുടെ അവസ്ഥ എന്തായിരിക്കും? ഹസ്തിനപുര സാമ്രാജ്യത്തിന്റെ ഭാവി എന്തായിരിക്കും? ഇതൊക്കെ കേട്ടിട്ടാണ് ദുര്യോധനൻ അതായത് സ്വന്തം പിതാവിന്റെ അനുജനാണ്, പിതൃതുല്യനായ വ്യക്തിയാണ്, ആ വ്യക്തിയെ ദാസിപുത്രൻ എന്നൊക്കെ വിളിച്ച് അധിക്ഷേപിച്ച് രാജ്യത്തിൽ നിന്നും നിഷ്കാസനം ചെയ്തത്. അപ്പോ അർജുനൻ സ്വന്തം ധർമ്മം പ്രവർത്തിച്ചില്ല എങ്കിൽ ഒരു തരത്തിൽ എന്താണ്? പ്രജാക്ഷേമം നടപ്പാക്കുന്നില്ല അർജുനൻ. അപ്പൊ അർജുനൻ ആദ്യത്തെ അധ്യായത്തിൽ പറഞ്ഞു, ഞാൻ യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ അത് ഞാൻ കൊല്ലുന്നത് ഗുരുജനങ്ങളെയും അതുപോലെ എന്റെ പിതാമഹനെയും ഒക്കെയാണ്, അതുകൊണ്ടിട്ട് എനിക്ക് പാപം ലഭിക്കും എന്ന് പറഞ്ഞു. പക്ഷെ ഭഗവാൻ ഇവിടെ പറയുന്നു, അർജുന, നീ യുദ്ധം ചെയ്താലല്ല പാപം ലഭിക്കുന്നത്, മറിച്ച് നീ നിന്റെ കർത്തവ്യത്തിൽ നിന്ന് പിന്മാറിയാൽ, നീ യുദ്ധം ചെയ്യാതിരുന്നാലാണ് നിനക്ക് പാപം ലഭിക്കുന്നത് എന്ന് ഭഗവാൻ പറയുന്നു. അടുത്ത ശ്ലോകം 34. അകീർത്തിം ചാപി ഭൂതാനി
കഥയിഷ്യന്തി തേ ഭയാം സംഭാവിതസ്യ ച കീർത്തിർ മരണാത് അതിരിച്യതേ. ജനങ്ങളെല്ലാം നിന്നെ പഴിക്കും, ഒരു മാന്യ വ്യക്തിക്ക് മരണത്തേക്കാൾ ദുസ്സഹമാണ് അപമാനം. ഇവിടെ ഭഗവാൻ പറയുന്നു അകീർത്തിം ചാതി ഭൂതാനി കഥയിഷ്യന്തി, എല്ലാവരും കഥയിഷ്യന്തി പറയും. എന്തിനെ കുറിച്ച്? നിന്റെ അകീർത്തിയെ കുറിച്ച്, നിന്റെ ദുഷ്കീർത്തിയെ കുറിച്ചിട്ട് പറയും. ഒരിക്കലും നീ കരുണാഭരിതനായിട്ടാണ് ആ യുദ്ധഭൂമി വിട്ടു പോയത് എന്ന് ആരും പറയില്ല അർജുന. കാരണം അർജുനൻ ആദ്യത്തെ അധ്യായത്തിൽ ഒരുപാട് കാരണങ്ങൾ പറഞ്ഞിരുന്നു അല്ലേ? ഈ യുദ്ധം ചെയ്ത് ഞാൻ വിജയിച്ചാലും ഈ രാജ്യം കൊണ്ട് എനിക്ക് ഒരിക്കലും സന്തോഷം ലഭിക്കുകയില്ല, ഒരിക്കലും എനിക്ക് യാതൊരുവിധ സുഖവും ലഭിക്കുകയില്ല. ഞാൻ ഈ നേട്ടങ്ങളൊക്കെ നേടിയാലും അത് കാണുവാനായിട്ട് എന്റെ സ്വജനങ്ങൾ ഉണ്ടാകുകയില്ല. അപ്പൊ ഇതുകൊണ്ടിട്ട് എനിക്ക് എന്താണ് നേട്ടം? അതുപോലെ ഞാൻ പാപമാണ് ചെയ്യുന്നത്, കുലധർമ്മങ്ങൾ നശിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവരെന്നെ കൊന്നാലും ഞാൻ അവരെ കൊല്ലില്ല എന്ന് പറഞ്ഞ് കരുണാഭരിതനായിട്ട് ആ തേരിലിരിക്കുന്ന അർജുനനെയാണ് നമ്മൾ ഒന്നാമത്തെ അധ്യായത്തിൽ ആ ഒരു അവസാന ഭാഗത്ത് കാണുന്നത്. അപ്പൊ ഭഗവാൻ പറയുന്നു നിന്റെ ഈ കാരണങ്ങൾക്കൊന്നും ആരും പ്രാധാന്യം കൊടുക്കില്ല. എല്ലാവരും പറയുന്നത് നിന്റെ അകീർത്തിയെ കുറിച്ചിട്ടായിരിക്കും. ഇത്രയും ശ്രേഷ്ഠനായ, ഇത്രയും കഴിവുള്ള ഒരു യോദ്ധാവായിട്ട് യുദ്ധക്കളത്തിൽ വന്ന ഇരു സേനകളും സന്നിഹിതരായതിനു ശേഷം അത്രയും കഴിവുള്ള അർജുനൻ ദുര്യോധനനെയും ദുര്യോധന പക്ഷത്തെയും കണ്ടിട്ട് പേടിച്ചോടി എന്നേ പറയുള്ളൂ. ഒരു ഭീരുവിനെ പോലെ നിന്റെ ഭീരുത്വം കൊണ്ടിട്ടാണ് നീ യുദ്ധക്കളം വിട്ടു പോയത് എന്ന് എല്ലാവരും പറയും. അർജുന, നിനക്ക് അകീർത്തി ഉണ്ടാകും. അതുപോലെ ഭഗവാൻ പറയുന്നു ഒരു മാന്യ വ്യക്തിക്ക് സംഭാവിതസ്യ, നിന്നെ പോലെ ഒരു മാന്യനായ വ്യക്തിക്ക് മരണത്തേക്കാൾ ദുസ്സഹമാണ് അപമാനം. നിനക്ക് ലഭിക്കുന്ന അപമാനം എന്ന് പറയുന്നത് ആ മരണത്തേക്കാൾ ദുസ്സഹമാണ് അർജുന. അപ്പോ ഇന്ന് നമ്മള് 31, 32, 33, 34 ശ്ലോകങ്ങളാണ് കണ്ടത്. നമുക്ക് ബാക്കിയുള്ള ശ്ലോകങ്ങള് അടുത്ത ക്ലാസ്സിൽ കാണാം. ഹരേ കൃഷ്ണ. വാഞ്ചാകൽപതരൂപേശ്ച കൃപാ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ.